കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശനും വിക്രമും കൂടെ ഭാനുമതി അമ്മേനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഈ വഴിക്ക് വല്ല വഴി തെറ്റിയും വന്നാണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങളെ മറക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് എളുപ്പം അമ്മേനെ മറക്കാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് ഞങ്ങളെ കാണണമെന്നില്ലായിരിക്കും, അമ്മയ്ക്ക് ഇപ്പൊ ആ കല്യാണിയും കിരണമൊക്കെ മതിയല്ലോ, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഭാനുമതിയമ്മ പറഞ്ഞു, അതെ ഇനിയെങ്കിലും നിങ്ങൾ നന്നാവാൻ നോക്ക്. അമ്മ അങ്ങനെ പറയരുത്, ഞങ്ങൾ നന്നായില്ലെന്ന് മാത്രം പറയരുത്, ഞങ്ങൾ ശരിക്കും നന്നായതാ. എന്റെ കോലം കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നില്ലേ എന്ന് നോക്കിയേ, ഞാൻ മുടിയൊക്കെ വെട്ടി. എന്തിനാന്നറിയാവോ? അമ്മയ്ക്ക് വേണ്ടി മാത്രമാന്ന് പറയണേ, എനിക്ക് വേണ്ടിട്ടോ. അതെ അമ്മയല്ലേ പറഞ്ഞത് നന്നാവണം എന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞങ്ങൾ ആ തീരുമാനം എടുത്തേ. ഇപ്പൊ ഞങ്ങൾ പഴയതുപോലെ ഒന്നും അല്ലമ്മയെന്ന് പറയാണ്. ഇത് കേട്ടതും ഭാനുമതിയമ്മ പറഞ്ഞു, അതെ നന്നാകുവാണെ അവനവന് തന്നെ കൊള്ളാം, അല്ലാതെ പണ്ടത്തെ പോലെ ഇനിയിപ്പം വൈരാഗ്യം മനസ്സിൽ വെച്ച് ആ പാവം കല്യാണിമോളെ ഉപദ്രവിക്കാൻ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. ആ കിരണുണ്ടല്ലോ, കിരണിനെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചെന്ന്. ആക്രമിച്ചെന്നോ? അതെ, അവനിപ്പോ ഓർമ്മശക്തി ഇല്ലെന്നോ ICUലാന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറയാണ്. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, അയ്യോ ഞാനത് അറിഞ്ഞില്ലല്ലോ. ഏത് മഹാഭാവിയാണോ പോലും ആ കാര്യം ചെയ്ത അവന്റെ തലയിൽ ഇടുത്തി വീഴുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പം പ്രകാശനോടത്ത്, എന്റെ ദൈവമേ, അമ്മ ഇങ്ങനെയൊക്കെ പ്രാഗിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തറ്റ തലയിലേക്കായിരിക്കും ഇടുത്തി വീഴാൻ പോകുന്നത്, തന്റെ രാഹുലിന്റെ വിക്രത്തിന്റെ ഒക്കെ തലയിലേക്ക്. ഈ സമയം ഭാനുമതി പറഞ്ഞു, പാവം എന്റെ ദൈവമേ, ഒരാപത്ത് സംഭവിക്കരുത് എന്റെ ദേവി, കാത്തോണേ, ഞാൻ വന്ന് നേർച്ച ഇട്ടാക്കാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ അപ്പൊ തന്നെ നേരുവാണ് അവിടെ നിന്നിട്ട്. ആ സമയം പ്രകാശം പറഞ്ഞു, എന്നാലും കുറച്ച് കടന്ന് കൈയായിപ്പോയി, ആര് ചെയ്താണെങ്കിലും. എനിക്ക് തോന്നുന്നു ആ രാഹുലാന്ന് തോന്നേ, രാഹുലുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, അല്ല നിങ്ങളല്ലല്ലോ അല്ലേന്ന് ചോദിക്കണം. ഞങ്ങളോ? ഒരിക്കലും അല്ലമ്മേ, അതിനുള്ള ധൈര്യമൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തേലും ആണെങ്കിൽ ആ സേന നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല, നീയൊക്കെ കാത്തിരുന്നോളാൻ പറയാണ്. പിന്നീട് പ്രകാശം പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലെന്ന് പറയണം. ഞങ്ങൾ ഇത്രയും നന്നായിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താ വിശ്വാസം വരാത്തെന്ന് ചോദിക്കും. നീ എന്റെ മകൻ തന്നെ അല്ലേടാ പ്രകാശ, അപ്പൊ എന്നെ കണ്ണടച്ച് നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. അതിനുശേഷം പ്രകാശനും വിക്രം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ അമ്മയുടെ മനസ്സിലൊരു തീപ്പൊരി കത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് പോകും. അമ്മ അങ്ങോട്ടേക്ക് പോയി സത്യങ്ങളൊക്കെ അന്വേഷിച്ചറിയും. വന്നു കഴിയുമ്പോൾ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. അങ്ങനെ ചില തന്ത്രങ്ങളും പ്രകാശിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സമയം രൂപ നേരെ ചെല്ലുന്ന ശാരീനെ സരിയുനെയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരി അങ്ങോട്ട് ഇറങ്ങി വന്നു. ബാ രൂപേൻ എന്നൊക്കെ പറഞ്ഞ് രൂപേനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഈ സമയം രൂപ പറഞ്ഞു, നിങ്ങളുടെ ഇത് സ്വീകരിക്കാനൊന്നും വന്നല്ല ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോൻ അവിടെ മരണത്തോടും മല്ലടിച്ച് കിടക്കും ICUല്. അവന് ഓർമ്മശക്തി ഒന്നും ഇല്ല, അവന് വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് സരിവ് വന്നിട്ട് പറഞ്ഞു, ആന്റി ഞങ്ങൾ ആരും ഇത് അറിഞ്ഞല്ലെന്ന് പറയാം. വേണ്ട, നീ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട, എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാന്ന് പറയാണ്. എന്റെ മോൻ എന്തേലും സംഭവിച്ചുണ്ടല്ലോ, പിന്നെ അറിയാലോ, ഇത്രയും കാലം ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും ഞാൻ പുറത്തേക്ക് കുടഞ്ഞു. പിന്നീട് ശാരി പറഞ്ഞു, അതെ എന്നെ കൊണ്ടെങ്കും പറ്റില്ല ആ മനുഷ്യനെ നന്നാക്കാനായിട്ട്. രൂപ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അയാളോട് പറയുന്നേക്കാളും ഭേദം ഒന്നും മിണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനും കൂടെ കടിച്ചു തിന്നാൻ വരുമെന്ന് പറയണം. കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾക്കാണ് എന്ത് സംഭവിച്ചത് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. അല്ല അങ്ങേര് വന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഇതുവരെയായിട്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്ന് പറയാം. ഏത് മാളത്തിൽ പോയി ഒളിച്ചെന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞേരെ. ഉറപ്പായിട്ട് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലോ. ഇത്രയും കാലം സ്നേഹിച്ചതിനുള്ള കൂലിയാ തന്നിരിക്കുന്നത്. സ്വന്തം അനന്തരവനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ, അയാളെയും വെറുതെ വിടുന്നില്ല. സ്വന്തം ചോരയാന്ന് ഞാൻ നോക്കത്തില്ല. എന്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം ശാരിക്ക് ഒരു കാര്യം മനസ്സിലായി, കിരൺ അത്യാസന്നായിട്ട് കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ എന്തേലുമൊക്കെ സംഭവിക്കും. സരിയുവിന് ഭയങ്കര സന്തോഷമാണ്. സരിയു പറഞ്ഞു, ഈ തവണ എന്തേലും സംഭവിക്കും, കുറെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുന്ന കാര്യമെന്ന് പറയണ. പെട്ടെന്ന് ശാരി പറഞ്ഞു, ഇത് സരിയു ഒരു കാര്യം പറഞ്ഞേക്കാം, അവനൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവനോടെ കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ സരി പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ, ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അവന് കിട്ടേണ്ട തന്നെ കിട്ടിയത്. ആ കല്യാണിയുടെ കിരണിന്റെ അഹങ്കാരം ചെറുതൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് ഭാനുമതി അമ്മയാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കല്യാണി അവിടെ ഉണ്ടായിരുന്നു.
കല്യാണിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റും മോളെ? കിരൺ മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കും. അത് പിന്നെ മുത്തശ്ശി, എനിക്കമ്മ മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഭാനുമതി അമ്മ അകത്തേക്ക് കയറി ചെല്ലുമ്പത്തേനും കിരണ കണ്ണടച്ച് കിടക്കുമായിരുന്നു. ഈ സമയത്ത് ഭാനുമതി അമ്മ എന്ത് ചെയ്യണം, ആ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഈ സമയം കല്യാണിക്ക് സങ്കടം വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ ഭാനുമതി അമ്മ മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ നല്ല മനമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല വിഷമമായി. പിന്നീട് പറഞ്ഞു, സുഖപ്പെടും മോളെ, എത്രയും പെട്ടെന്ന് സുഖപ്പെടും. ഞാൻ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തിയിട്ടാ വരുന്നേ മോന് വേണ്ടിയിട്ട്. മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ സമയം കല്യാണി പറഞ്ഞു, ഓർമ്മശക്തി ഒന്നും ഇല്ലാന്ന് പറയണം. അതൊക്കെ ശരിയാവും മോളെ, എത്രയും പെട്ടെന്ന് തന്നെ ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടും. ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണിനെ സമാധാനിപ്പിച്ചിട്ടാണ് ഭാനുമതി മുത്തശ്ശി അവിടുന്ന് പോണേ. പോകുന്ന സമയത്ത് മുത്തശ്ശിയുടെ മനസ്സിലാണെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ആരായിരിക്കും ഇത് ചെയ്തേ? തന്റെ മകൻ പ്രകാശനാണോ? അവനെ കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ, എന്തും ഏതും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവൻ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് സരുവിന്റെ ഫോണിലേക്ക് രാഹുൽ വിളിക്കുകയാണ്. രാഹുൽ വിളിച്ചു കഴിയുമ്പത്തേനും സരു കോൾ എടുത്തു. എന്നിട്ട് സരു, അല്ല അച്ഛനത് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രാഹുൽ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാ. അല്ല അച്ഛാ, സത്യം പറയാലോ, എന്താ സംഭവിച്ചേ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഓരോരുത്തർ വന്ന് ഇവിടെ വെല്ലുവിളിയാക്കി നടത്തിയിട്ട് പോകുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട രാഹുൽ പറഞ്ഞു, അവന്റെ കാര്യം ഏകദേശം തീരുമാനമായി, ആ കിരണിന്റെ കാര്യം എന്ന് പറയാണ്. ഇത് കേട്ടപ്പം സരിയ പറഞ്ഞു, അത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു അച്ഛാന്ന് പറയണം. അതെ, മോള് വിഷമിക്കൊന്നും വേണ്ട. അവന് ഓർമ്മശക്തിയില്ല, ഒന്നുമില്ല. അവനൊരു ജീവച്ഛവമായിട്ട് കിടക്കുവാണ്. അവന്റെ സ്വന്തം മുഖം കണ്ണാടി നോക്കിയാൽ പോലും അവന് മനസ്സിലാകത്തില്ല അത് അവന്റെ മുഖമാണെന്നുള്ള സത്യമൊക്കെ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക. മോൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്ത ഏതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം സരിയ പറഞ്ഞു, കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാണ്ട് കാത്തിരിക്കുമായിരുന്നു. അവസാനം അച്ഛനിങ്ങനെ സന്തോഷ വാർത്ത കൊണ്ടു തന്നല്ലോ, അതിനെന്തായാലും ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല അവിടെ വേറെ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? തൽക്കാലത്തേക്കൊന്നും ഇല്ല. വന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട്. അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളെല്ലാവരും ആയിട്ട് കത്തിക്കും എന്നൊക്കെ പറയുന്നേ. അച്ഛനെ അന്വേഷിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ആ ചന്ദ്രസേന്റെ ആൾക്കാരും എല്ലാരും ഉണ്ടെന്ന് പറയണേ. പോരാത്തന് ഇവിടെ ആന്റിയും വന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാ പോയെന്ന് പറയാം. അതെ, അമ്മയോട് പറഞ്ഞാലേ വിഷമിക്കൊന്നും വേണ്ടാന്ന്. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളെന്ന് പറയാണ്. അതുവരെ എനിക്ക് ഒളിവിൽ കഴിഞ്ഞാൽ മതിയാവുള്ളെന്നൊക്കെ പറയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സരു ശാരിയോട് ഇതൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഒരു കാര്യത്തിൽ തീരുമാനമായി. അങ്ങേരുടെ കാര്യത്തില് മിക്കവാറും കിരൺ അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും വെറുതെ വെച്ചേക്കത്തില്ല. ഇനിയിപ്പൊ കിരൺ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രസേനും വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.